ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് കണ്ണുനീരാണ്. ഫ്രം ദ ഗേറ്റ് EP SA ആൻഡ് MZ ബീറ്റ് കൊടുത്തിട്ടുള്ളത് അസ്വിൻ. അപ്പോൾ നമുക്ക് വൈകാണ്ട് തന്നെ ബ്രേക്ക് ഡൗണിലേക്കും മറ്റേലേക്കും പോവാം. ഗേറ്റ് EPൻ്റെ റിയാക്ഷനിൽ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. അത് കംപ്ലീറ്റ് റിയാക്ഷൻ ആയിരുന്നു. റിലീസായ അന്ന് തന്നെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. സോ അന്ന് തൊട്ട് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ ഗേറ്റ് EPയിലെ ഫസ്റ്റ് സോങ് ആയിട്ടുള്ള കണ്ണുനീരിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. He's saying that എൻ്റെ ടീയേഴ്സ് ഒക്കെ ഡ്രൈഡ് അപ്പ് ആയി. മൈ ടീയേഴ്സ് ആർ ഓൾ ഡ്രൈഡ് അപ്പ്. അത്രക്കും ഞാൻ കരഞ്ഞ് ഇല്ലാണ്ടായിട്ടുണ്ട്. സോ എൻ്റെ കണ്ണുനീരെല്ലാം വാർന്നു, കണ്ടതെല്ലാം മാഞ്ഞു എന്ന് പറഞ്ഞാൽ ഓൾ ദോസ് മെമ്മറീസ് ആർ സ്റ്റാർട്ടിങ് ടു ഫെയ്ഡ് അവേ. ആ ഒരു സങ്കടപ്പെടുന്നതായാലും എന്നെ വേദനിപ്പിച്ച ആ മെമ്മറീസ് ആയാലും ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫെയ്ഡ് അവേ. സോ ഐ എം സ്ലോലി അതിന്നൊക്കെ ഐ എം റിക്കവറിങ് ഫ്രം ഇറ്റ്. കണ്ണിൻ്റെ ഉള്ളിലെ തീ കനലുകൾ എരിഞ്ഞെരിഞ്ഞ് കത്തു. സോ കണ്ണിൻ്റെ ഉള്ളിലെ തീ കനലുകൾ അത് കാരണം, ആ പെയിനും ഇതും കാരണം എന്നിലുണ്ടായ മുറിവുകൾ, അല്ലെങ്കിൽ മൈ പെയിൻ, മൈ ഡിപ്രഷൻ, ആ സമയത്തുള്ള അതിനോട് ഓവർകം ചെയ്യാനുള്ള എൻ്റെ ആ ഒരു പക, റിവെഞ്ച് കാര്യങ്ങളൊക്കെ അത് എരിഞ്ഞെരിഞ്ഞ് കത്തും. അത് ഇനി ഒടുങ്ങൂല, അത് കത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദെൻ നെഞ്ച് പൊട്ടി വാർന്നു എൻ്റെ ഉള്ളിൽ ഞാനും എരിയും തീക്കനല എന്ന് പറഞ്ഞാൽ ഐ വാസ് സോ ഡൗൺ. എൻ്റെ നെഞ്ഞ് പൊട്ടിയിട്ട് ഞാൻ ഇല്ലാണ്ടായിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഞാനും. ആ സമയത്ത് എനിക്ക് ഒരു സപ്പോർട്ടായിട്ടോ എൻ്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റക്കായിരുന്നു ആ ഒരു നിമിഷത്തിൽ മുന്നോട്ട് പോയിരുന്നത്. ഞാൻ ഒറ്റക്കായിരുന്നു ആ ഒരു നിമിഷങ്ങളൊക്കെ താണ്ടി മുന്നോട്ട് പോയത്. എരിയും തീക്കനല എന്ന് പറയുന്നത് ഇവിടുത്തെ ആ കനലുകൾ, ഹിസ് പെയിൻ, ഹിസ് ഡിപ്രഷൻ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സാഡ് ആ മൊമെന്റ്, ആ കാര്യങ്ങളാണ് എരിയും തീക്കനലായി. അത് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഒരു തീക്കനൽ പോലെ എന്നിൽ ഇരുന്ന് കത്തിയിട്ടുണ്ട് ആ സംഭവം. ഇവിടുന്ന് കേട്ടോ വരുന്നേ. കത്തത് മടക്കി ചുരുട്ടി എറിഞ്ഞ് ചോത്തിട്ട് പുകഞ്ഞതല്ലേ. ലൈക്ക് എനിക്ക് പറയാനുള്ള കാര്യം പോലും നീ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ലൈക്ക് SA ഈസ് റിപ്ലൈങ് ടു ഹിം. ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടും അവനോട് സംസാരിക്കുന്ന ഒരു വേറൊരു ഫ്രണ്ട്, ഒരു ടു പീപ്പിളുടെ കോൺവെർസേഷൻ പോലെ നമുക്ക് ഇതിനെടുക്കാം. ലൈക്ക് എനിക്ക് പറയാനുള്ളത് പോലും നീ കേൾക്കാൻ റെഡി ആയിട്ടില്ല. എൻ്റെ ഭാഗം നീ ഒരിക്കലും കേൾക്കാൻ തയ്യാറായിട്ടില്ല. സോ കത്തൽ നിന്നപ്പോൾ ആ ഒരു സംഭവം കുറച്ചൊന്ന് നിന്നപ്പോൾ നീ വിചാരിച്ചു ചൂട് കുറവായി തോന്നിയതല്ലേ എന്ന്. യു തോട്ട് ഐ ബിക്കേം നോർമൽ, ബട്ട് ഇല്ല, ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ഞാൻ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ കാണാതിരിക്കാനായി മാറിയതല്ലേ. ഞാൻ നിന്റെ മുന്നിലേക്ക് പലവട്ടം വന്നിട്ടുണ്ട്. നിന്റെ മുന്നിലേക്ക് പലവട്ടം പല കാര്യങ്ങളും പല കാര്യത്തിലും വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ എൻ്റെ മുന്നിലേക്ക് വന്നില്ല. ഈ എന്നെ കാണാതിരിക്കാനായി ഈ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പലവട്ടം എൻ്റെ മുന്നിൽ നിന്ന്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളാണ് കണ്ടത്. ഒരു കപ്പലോളം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബട്ട് നമ്മൾ തിരിച്ചു പോണത് ഒക്കെ തകർന്നിട്ടാണ്. ഒരു തോണിയിലാണ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊന്നും കിട്ടാണ്ടാണ് നമ്മൾ തിരിച്ചു പോണത്. എത്ര നാള് എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഒതുക്കി പിടിച്ചിരിക്കും. എത്ര നാള് ഒരു മണ്ണിനടിയിൽ ശ്വാസം കിട്ടാണ്ട് എനിക്ക് പറയാനുള്ളതും എൻ്റെ സങ്കടങ്ങളും ഞാൻ എത്ര കാലം ഇങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കും. എത്ര നാള് മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എത്ര നാള് ആ സങ്കടങ്ങളെ പറ്റിയോ പറയുന്നത്. ഭൂമി കരയും കണ്ണീരൊപ്പാൻ വയ്യ.
ഭൂമി ഒരു ദിവസം കരയും. അതായത് അത്രയും സർവം സഹനമാണ് ഭൂമി എന്നൊക്കെ പറയും. നമ്മൾ എത്ര ചവിട്ടിയാലും ഒന്നും പറയാത്ത സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഭൂമി എന്ന് പറയും. ഭൂമിയോളം സഹിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ അത്രത്തോളം സഹിക്കുന്ന ഭൂമി വരെ ഒരു ദിവസം കരയും. നീ നിന്റെ റൂട്ട്സും നിന്റെ വന്ന പാതയും നീ വന്ന എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നൊക്കെ മറന്നുപോയ ഒരാളാണ് എന്നുള്ളത്. എല്ലാവർക്കും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനും കരയും, ഭൂമിയും കരയും. ഈ സങ്കടങ്ങൾ ഒരിക്കലും ഉള്ളിൽ ഒതുക്കി വെക്കേണ്ട ഒരു സംഭവമല്ല, അത് പുറത്ത് പറയണം. നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കണം. ബി ഓപ്പൺ ടു ദോസ്. നിങ്ങൾക്ക് ക്ലോസ് ആയവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പുറത്ത് പറഞ്ഞ് സംസാരിക്കുക തന്നെ വേണം. ആൻഡ് ഇവിടത്തെ വേറെ സംഭവം എന്താ വെച്ചാൽ, എത്രയാള് മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എത്ര നാള്, ഭൂമി കരയും കണ്ണീരൊപ്പാൻ വയ്യനാട്, വന്ന വഴിയും വന്നോരും മറഞ്ഞതാണ് ഞങ്ങൾ മറന്നതാണ്. ഭൂമി കരയും വയ്യനാട് എന്നുള്ളത് എൻ്റെ ചിലപ്പോൾ ഒരു ഭയങ്കര മറ്റേ ഇതിനായിട്ട് ബന്ധമില്ലാത്തൊരു തോട്ടായിട്ടുണ്ടാവും. സോ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എത്ര നാള്, അവിടെ ഒരു വയനാട് ഭാഗത്ത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ? സോ അതിന്റെ ഒരു റെഫറൻസ് ഇതിൽ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എത്രയാള് മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എത്ര നാള്, ഭൂമി കരഞ്ഞു. ലൈക്ക് ആ സമയത്ത് ഉരുൾപൊട്ടേണ്ട സമയത്ത് ഭൂമി കരയും കണ്ണീരൊപ്പാൻ വയ്യനാട്. ആ ഭൂമി കരഞ്ഞിട്ട് അതിന്റെ കണ്ണീരൊപ്പിയത് വയനാട് ഭാഗത്താണ്. സോ വയ്യനാട്, വന്ന വഴിയും വന്നോരും മറഞ്ഞതാണ്. ആ കണ്ണീര് വന്ന വഴിയും വന്നവരൊക്കെ മറഞ്ഞു പോയതാണ്. അതൊക്കെ നമ്മൾ മറന്നതാണ്. അതൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മൾ ഇനിയും മുന്നോട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതൊക്കെ മറന്ന് മുന്നോട്ട് പോകും. മറവി ഒരു കാര്യത്തിൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്, റൈറ്റ്? ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം. ഒന്ന് ബാക്ക് അടിക്കട്ടെ. തോണിയിലല്ലേ എത്രയാള്, മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എത്ര നാള്, ഭൂമി കരയും കണ്ണീരൊപ്പാൻ വയ്യനാട്, വന്ന വഴിയും വന്നോരും മറന്നതാണ് ഞങ്ങൾ മറന്നതാണ്, ഒന്നു നിന്നതാണ് മുന്നോട്ടും പിന്നോട്ടും പിരിഞ്ഞതാണ്, ഇല്ലാത്തോരിൽ ഉള്ളോരിന്നെല്ലാം ജീവനാണ്, മുന്നോട്ട് തന്നെ പോകുന്നെന്ത് ജീവരാനി ഒന്നുമേ വരാതിരി. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭൂമി വരെ കരയും. നീ കരഞ്ഞതിലൊരു തെറ്റില്ല. നിന്റെ സങ്കടം നീ പുറത്തു പറ. ഞാൻ വരുമ്പോൾ നീ കുറെ പ്രാവശ്യം മാറിയതാണ്. അതായത് ഞാൻ കുറെ പ്രാവശ്യം നിന്നോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നീ അവിടെ നിന്ന് മുന്നിൽ മാറിയിട്ടുണ്ട്. സോ നൗ യു സെഡ് യുവർ തിങ്സ്. നീ നിന്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിന്നതാണ്, മുന്നോട്ടും പിന്നോട്ടും പിരിഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ട്. ചിലർ മുന്നോട്ടും പോയി, ചിലർ പിന്നോട്ടും പോയി. അങ്ങോട്ടും രണ്ടോടത്തും പിരിഞ്ഞു പോയതാണ്. ഇല്ലാത്തവരില്ല. അന്ന് പിരിഞ്ഞവരിൽ അന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തവര് ഇപ്പൊ ഇല്ല. സോ ദേ ആർ ക്ലിയർ കട്ട്. അതായത് അന്ന് എൻ്റെ കൂടെ ഇല്ലാത്തവർ ഇപ്പൊ ഇല്ല. ആൻഡ് ദെൻ ഉള്ളവരിന്നെല്ലാം ജീവനാണ്. എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ ഉള്ളവർ, അതായത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ഒക്കെ എൻ്റെ ജീവനാണ്. എനിക്ക് കട്ടക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ആൻഡ് ദെൻ മുന്നോട്ട് തന്നെ പോകുന്നു എന്ത് തീ വരാനി. അതായത് എനിക്കിഷ്ടപ്പെടുന്നവരുടെ കൂടെ എനിക്കിഷ്ടമുള്ളത് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എന്ത് തീ വരാനി, അതായത് എന്ത് വരാനി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതേപോലെ എന്ത് തീ വരാനി, ഇനി എന്ത് തീയല്ല എന്ത് സംഭവം വന്നാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഹീ ഗോട്ട് ദാറ്റ് സ്ട്രെങ്ത്, കോൺഫിഡൻസ്, പവർ. അതായത് ആ സെയിം ടൈമിൽ ഹീസ് മോട്ടിവേറ്റിംഗ് എംസിയുടെ ആ ഒരു സങ്കടപ്പെട്ട വരികളിലും. ആൻഡ് ഹീ ഈസ് ഗിവിങ് എ ബാക്കപ്പ് ടു ദാറ്റ് ഹുക്ക്. എൻ്റെ കണ്ണുനീരെല്ലാം വാർന്നു. ആ സാധനത്തിനൊരു ബാക്കപ്പ്, ഒരു പിറകുന്ന ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി വെക്കൂലേ, ആ ഒരു സാധനം. അതായത് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായ ആ സാധനം. ദെൻ ഒന്നുമേ വരാതിരി, അതായത് ഒന്നും വരാണ്ടിരിക്കുക, കൂളായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക, ഒന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും നിൻ്റെ കൂടെ ഉള്ള, നിന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ലാത്തവരോട് പോകാൻ പറയും, മുന്നോട്ട് തന്നെ പോയി. The more I got worried, the more I got lost. Okay, I'm over the problems I thought I wouldn't go. The more I got worried, the more I got lost. ഇത് എല്ലാവർക്കും ജീവിതത്തിൽ എടുത്ത് വെക്കേണ്ട ഒരു സാധനമാണ്. I'm over the problems. ഞാൻ പ്രോബ്ലംസിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതാണ്. I thought I wouldn't go.
ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നോ ഒന്നും എനിക്കും അറിയൂല. ലൈക്ക് ഐ എം ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദീസ് പ്രോബ്ലംസ്. ദ മോർ ഐ ഗോട്ട് വറീഡ് ദ മോർ ഐ ഗോട്ട് ലോസ്റ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് എത്രത്തോളം വറി ആവുന്നോ അത്രത്തോളം ഞാൻ ഇതിലേക്ക് ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലംസിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ട്രാപ്പ് ആയിക്കൊണ്ട്. ദ മോർ ഐ ഗോട്ട് വറീഡ് ദ മോർ ഐ ഗോട്ട് ലോസ്റ്റ്. സോ ഡോണ്ട് വറി അബൌട്ട് പ്രോബ്ലംസ് ആൻഡ് തിങ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ കാണുന്ന പെർസ്പെക്റ്റീവ് അതാണ് മാറേണ്ടത്. ലൈക്ക് ഇഫ് യു ആർ തിങ്കിങ് ഇത് നിങ്ങളുടെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളുടെ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. സോ ഇത് ഇങ്ങനെയാണ് ശരിക്കും ഒരു പ്രോബ്ലം ഇതിനെ കാണേണ്ടത്. ഇഫ് യു വാണ്ട് ടു മേക്ക് ദ പ്രോബ്ലം ബിഗ്, ആ പ്രോബ്ലത്തിന് അടുത്ത് വെച്ചിട്ട് കാണുക. അപ്പം നിങ്ങളുടെ സൊല്യൂഷനെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. പ്രോബ്ലമാണ് വലുത്, സൊല്യൂഷൻ അത്രത്തോളം ഇല്ല എന്ന് കാണാൻ പറ്റും. ബട്ട് ഇഫ് വെൻ യു ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻ, നിങ്ങളുടെ പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. സൊല്യൂഷൻ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ആ സാധനം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതല്ലല്ലോ ഇപ്പം നമ്മളിവിടുത്തെ ചർച്ച. Sorry guys. With the problems without and go. The more I got worried, the more I got lost. I'm on my phone, who doesn't know what is going on. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒരു പിടുത്തം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് യു ബി യു, ദിസ് വിൽ പാസ്, യു നോ. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. ഈ സമയം കടന്നു പോകും. നീ പറഞ്ഞല്ലോ നിന്റെ കണ്ണുനീരൊക്കെ വാർന്നെന്ന്. ആസ് ഇഫ് ഐ ന്യൂ. നീ പറയുന്നത് കേട്ടാ തോന്നുന്നു എനിക്ക് പണ്ടേ ഇതിനെ കുറിച്ച് അറിയായിരുന്നു എന്ന്. And now SA is talking. No you didn't. How you holding up? I think I'm fine. I wish you were fine too. നീ ഇതിനൊന്നും റിക്കവർ ആയിട്ടില്ല എന്ന് അറിയാം. How you holding up? നീ എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? I think I'm fine. So he is not sure that he is okay. He is like problems ഒക്കെ കഴിഞ്ഞിട്ട് he is completely fine എന്ന് പറയുന്നില്ല. But he is saying I think I'm fine too. ലൈക്ക് ഞാനും ഓക്കെ ആണ് തോന്നുന്നുണ്ട്. സോ ഐ വിഷ് യു ആർ ഫൈൻ ടു. ലൈക്ക് നീയും ഓക്കെ ആണെന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് യു ലൈ ടു യുവർ സെൽഫ്. നീ നിന്നോട് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ കണ്ണുനീരെല്ലാം പറഞ്ഞു, നിന്റെ സങ്കടമൊക്കെ മാറി, നീ അതൊന്ന് ഓവർകം ചെയ്തെന്ന്. യു ഹാവ് ഇൻ ബ്രോ. ആൻഡ് ദെൻ you lie to yourself, your kids, the men, the woman you promised a light to. You are in darkness, you are so lost, and you lied that നീ ഇതിനൊക്കെ ഓവർകം ചെയ്തു, നീ പ്രകാശത്തിലേക്ക്, അതായത് നീ പ്രോബ്ലംസ് എന്നൊക്കെ പുറത്തേക്ക് വന്നു എന്നുള്ളത് നീ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ നിന്നോട് തന്നെ കളവ് പറഞ്ഞു. നിന്നെ വേണ്ടപ്പെട്ടവർക്ക് നീ കളവ് പറഞ്ഞു ഈ ഒരു സംഭവം. ബട്ട് ഫസ്റ്റ് യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ് ബ്രോ. whatever it is, like നീ നിന്റെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഫസ്റ്റ്. ഡാർക്ക്നെസ്സിലേക്ക് പോകുന്നവരെ തടുക്കാനും ഡാർക്ക്നെസ്സിലേക്ക് പോയവരെ വലിച്ച് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും വെളിച്ചത്തിൽ നിൽക്കുന്ന ആൾക്കേ പറ്റുള്ളൂ. ഒരിക്കലും ഇരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിന് സാധിക്കൂല. It's all your fault. Stop painting me with O's, I'm innocent. Stop making me the monster. It's so hard to accept the way that the wrong is a part of pretending about. Like നീ ചെയ്ത തെറ്റുകളാണ് നിനക്ക് തന്നെ, അതായത് ഇതൊക്കെ നിന്റെ പ്രശ്നങ്ങളാണ്. Stop painting me with those. Like ഒരിക്കലും എന്നെ ഇത് കാരണം പരിചരിക്കല്ലേ. ഐ എം ഇന്നസെന്റ്. എനിക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും. ഐ എം ഇന്നസെന്റ്. സ്റ്റോപ്പ് മേക്കിംഗ് മീ ദ മോൺസ്റ്റർ. I don't want to be the monster in your story. Like ഞാനാണ് നിന്നെ ഇരുട്ടിലേക്കും നിന്നെ സങ്കടത്തിലേക്കും വിട്ട് എന്നുള്ള സംഭവം എനിക്കറിയണ്ട. You are the reason for your sadness. You are the reason for your darkness. അത് നീ മനസ്സിലാക്കണം. ഒന്നുകൂടി ബാക്ക് അടിക്കട്ടെ. Fine, I wish you were fine too, and you lied to yourself, your kids, the men, the women you promised a light to. But you're still in the dark, you're getting the dose of I can't be wrong. It's all your fault. Stop painting me with O's, I'm innocent. Stop making me the monster. It's so hard to accept the way that the wrong is a part of pretending apology though. Okay, it's hard to accept that we did the wrong. That's a fact bro. കുറേ ആളുകളുടെ പ്രശ്നം എന്താ പറയുക, ഇറ്റ്സ് ഈഗോ. അവർ ചെയ്തതാണ് തെറ്റെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മടി. ആൻഡ് ദേ സ്റ്റാർട്ട് ടു ബ്ലെയിം. നീ ചെയ്ത തെറ്റുകൾ, നീ ചെയ്ത പ്രവർത്തികൾ നിന്നിലേക്ക് തന്നെ വരും. നീ ചെയ്ത പ്രവർത്തികൾ കാരണം നീ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഭാഗ്യം, ദൈവം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതായത് ഭാഗ്യം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്, ദൈവം വിചാരിച്ചതുകൊണ്ട് എനിക്കത് കിട്ടി, ദൈവം വിചാരിക്കാത്തത് കൊണ്ട് എനിക്കത് പോയി. ഡോണ്ട് ലീൻ ഓൺ സംബഡീസ് ഷോൾഡേഴ്സ്, ഡോണ്ട് ലീൻ ഓൺ എനിത്തിങ് ഷോൾഡേഴ്സ്. ലൈക്ക് ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്രത്തോളം ലീൻ ചെയ്യുന്നു, എത്രത്തോളം അതിന് ഡിപ്പെൻഡബിൾ ആവുന്നു, അത്രത്തോളം നമ്മൾ ആസ് എ ഹ്യൂമൻ നമുക്ക് കുറച്ച് മെൻ്റൽ സ്ട്രെങ്ത്തുകളുണ്ട്.
അതിനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമാണ്. വെറുതെ പ്രിട്ടൻഡ് ചെയ്യാണ് എന്താ എൻ്റെ അപ്പോളജിയും നിന്റെ സോറി പറച്ചിലും നിന്റെ എല്ലാതും ഒരു വെറുതെ ഒരു പ്രിട്ടൻഡ് മാത്രമാണ്. നോബഡി ഈസ് ആക്ച്വലി സോറി ഫോർ വാട്ട് ദേ ഡിഡ്. നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാൻ നമുക്ക് എപ്പോഴും മടിയാണ്, നമുക്ക് എപ്പോഴും ഈഗോ പ്രശ്നമാണ്. ഇനിയിപ്പോൾ സോറി പറയുകയാണെന്നുണ്ടെങ്കിലും ഫോർ സം സേക്ക് we are just saying sorry. How many more do you got in you though? I'm running out, I'm not feeling it though. I'm trying to carry this emotional weight കാര്യങ്ങൾ, like I'm trying to carry നിന്റെ emotional ആ ഒരു സാധനം, you are just pouring it on me and I'm trying to carry, but I'm running out of my strength. I cannot, അതായത് എല്ലാത്തിനും ഇതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് and I'm running out. I'm not feeling it though, like I'm not going to do it again. Like ഞാൻ ഇനിയും ഇത് കേട്ട് നിൽക്കും, ഇനിയും ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. സോ എല്ലാത്തിനും അതിൻ്റെതായിട്ട് ലിമിറ്റ് ഉണ്ട്. യു ഹാവ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ യു ഹാവ് ടു heal yourself. That's the word. You have to heal yourself. It's all cool. What's the life with all yes? It's high, it's not high without the depth. And but it's all cool. നീ കരഞ്ഞോ, നീ സങ്കടത്തിലേക്ക് പോയിക്കോ, എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വാട്ട്സ് എ ലൈഫ് വിത്ത് ഓൾ യെസസ്? എല്ലാത്തിനും യെസ് കിട്ടിയാൽ ഈ ജീവിതത്തിൽ എന്ത് ത്രില്ലാണുള്ളത്? എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ ജീവിതത്തിൽ എന്ത് ത്രില്ലാണുള്ളത്? ബട്ട് വിചാരിക്കുന്ന പോലെ നടന്നിട്ടില്ല എന്ന് വെച്ചിട്ട് അത് കാരണം ജീവിതകാലം മൊത്തം സങ്കടപ്പെട്ട് ലോസ്റ്റ് ആയിട്ട് നിൽക്കരുത്. ലൈക്ക് ഹീ സേയിങ് എ സ്മോൾ തിങ്, അതായത് ജീവിതത്തിൽ എല്ലാം ഒരു അവനെ സമാധാനിപ്പിക്കുകയാണ്. കരഞ്ഞവരുടെയും സങ്കടപ്പെട്ടിരിക്കുന്നവരുടെയും തോറ്റുപോയി എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരു സമാധാനമാണ് ഈ ട്രാക്ക്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ജീവിതത്തിൽ ഒരു ത്രില്ല് ഉള്ളത്? ഹൈ ഇസ് നോട്ട് ഹൈ വിത്തൗട്ട് ദ ഡെപ്ത്. ഉയർച്ചയെ ഒരിക്കലും ഉയർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റൂല ആയില്ലെങ്കിൽ. വി ഹാവ് ടു പിക്ചർ ദാറ്റ്. ഹയർ പ്ലേസിലാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഡെപ്ത് ഉണ്ടായതുകൊണ്ടാണ്. സോ ഇഫ് ദർ ഇസ് നോ ഡെപ്ത് ദർ ഇസ് നോ ഹൈ. യെസ്, I might fall anytime now. So he's saying like maybe I'm in higher place. There is a depth. Like higher place ഉള്ളവരെ ഒന്ന് സൂക്ഷിച്ചോ. There is a depth. I might fall anytime. ഇത് എന്നും നിൽക്കൂല ഞാൻ ഈ ഭാഗത്ത്. I might fall anytime. ആയത്തിലേക്ക് എന്ന് വേണമെങ്കിലും വീഴ. സോ ഈ സെയിങ് ലൈക്ക് എവറിത്തിങ് ഇസ് ടെമ്പററി. യുവർ സക്സസ്, യുവർ ഫെയിലിയർ, യുവർ സാഡ്നെസ്, യുവർ ഹാപ്പിനെസ്, നിന്റെ ചിരിക്കുന്ന അവസ്ഥ, നിന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നീ കരയുന്ന അവസ്ഥ, നിന്റെ കൂട്ടുകാരുടെ ഒപ്പമുള്ള അവസ്ഥ, നിന്റെ ഫാമിലിയുടെ ഒപ്പമുള്ളവരുടെ അവസ്ഥ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ഫിനാൻഷ്യൽ, നിന്റെ ഇമോഷണൽ, നിന്റെ ഫാമിലി, വാട്ട് എവർ ഇറ്റ് ഈസ്, എവറിത്തിങ് ഇസ് ടെമ്പററി. അതൊക്കെ ഒരു ദിവസം കടന്നു പോകും ബ്രോ. And one thing to say, this hook hooked me more than any of the hooks. Recent song വന്നില് MCയുടെ ഈ ഒരു സാധനം ഉണ്ടല്ല, ലൈക്ക് ഞാൻ വർക്കിന് പോകുമ്പോൾ ഇത് ചെവിയിൽ വെക്കും. വർക്കിന് കണ്ണുനീരെല്ലാം വാർന്നു കണ്ടതെല്ലാം മാഞ്ഞു പറഞ്ഞിട്ട് പോകും. വർക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ണുനീരെല്ലാം മാറുന്നു കണ്ടതെല്ലാം മറന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ലൈക്ക് ദിസ് ഹുക്ക് വേറെ മൂഡിലാണ് ഹുക്ക് പോയത്. പിന്നെ എസ്സേയുടെ ദിവസം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ ഇതാണ് കണ്ണുനീർ ഫ്രം ദ ഗേറ്റ് EP എൻ്റെ ബ്രേക്ക് ഡൗൺ. ഇഷ്ടപ്പെട്ടവർ താഴെ കമൻ്റ് അടിക്കുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻ്റ് അടിക്കുക. ഇതുപോലത്തെ കുറേ ഹിപ്ഹോപ്പ് റിലേറ്റഡ് മലയാളം ഹിപ്ഹോപ്പ് ബ്രേക്ക് ഡൗൺ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. പിന്നെ ഞാൻ മലയാളത്തിലാക്കി പറയുന്നതെന്നുള്ളത് whatever it is. Peace. Mama for who doesn't know what is going on. You passion on. As if I knew. I know you didn't. How you holding up? I think I'm fine. I wish you were fine too.